നമസ്കാരം. ഞാൻ വാഴമുട്ടം മോഹൻ. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഗൗരവമുള്ള ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഉച്ചാരണത്തിൽ വരുന്നത് ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോഴ് പ്രൈമറി, പ്രീ പ്രൈമറി സ്കൂള്, അംഗൻവാടി തുടങ്ങിയ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ മുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ആൽഫബറ്റിൻ്റെ ഉച്ചാരണം എത്രമാത്രം ശരിയായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പരാമർശ വിഷയം. ഇതിപ്പോൾ മാത്രം തുടങ്ങിയതല്ല, ഇംഗ്ലീഷ് നമ്മുടെ രാജ്യത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെങ്കിൽ തന്നെയും ആരുടെയും ശ്രദ്ധയിൽ അങ്ങനെ അത് പതിഞ്ഞു കാണുന്നില്ല, ആരും അത് പരാമർശിച്ചും കാണുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത്, ഇംഗ്ലീഷ് ആൽഫബറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് വാക്കുകളിലേക്ക് കടക്കുമ്പോഴാണ് ഈ പഠിച്ച കുട്ടികൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അധ്യാപകരെ ആ ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാതെയും വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പരാമർശ വിഷയം ആകാതെ പോയിട്ടുള്ളത്. പിന്നീട് വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷ് ഒരുമാതിരി കൈകാര്യം ചെയ്യാൻ ആവുന്ന കാലമാകുമ്പോഴത്തേക്കും ആദ്യം ആൽഫബറ്റ് പഠിച്ചപ്പോഴുണ്ടായ ഈ ഉച്ചാരണ പ്രശ്നം പിന്നീട് അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ വിഷയം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പണ്ട് മുതലേ പഠിച്ചു വരുന്നത് ABCD എന്ന അക്ഷരക്രമം സെഡിൽ അവസാനിപ്പിച്ച് 26 അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. ഇവിടെ ഈ ഭാഷയിൽ 2 തരം അക്ഷരങ്ങളാണുള്ളത്. അതൊന്ന് സ്വരാക്ഷരങ്ങളും മറ്റൊന്ന് വ്യഞ്ജനാക്ഷരങ്ങളുമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോൾ സ്വരാക്ഷരങ്ങൾ ആദ്യം ആ മുതലുള്ള അക്ഷരം, സ്വരാക്ഷരങ്ങൾ ഹൃദയസ്ഥമായി കഴിഞ്ഞതിന് ശേഷമാണ് വ്യഞ്ജനാക്ഷരത്തിലേക്ക് കിടക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലാകട്ടെ, ഈ ആൽഫബറ്റിലാകട്ടെ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജന അക്ഷരങ്ങളും ഇടകലർന്ന് കിടക്കുകയാണ്. അത് പറയുമ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. വ്യഞ്ജന അക്ഷരങ്ങളല്ല, വ്യഞ്ജന വർണ്ണങ്ങളാണ്. യഥാർത്ഥത്തിൽ അത് ഈ സ്വരാക്ഷരങ്ങൾ അഥവാ വവൽസ് എന്ന 5 എണ്ണം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 21 എണ്ണവും നമ്മൾ അക്ഷരങ്ങളായിട്ട് പഠിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത് വർണ്ണങ്ങളാണ്, ഒരക്ഷരമായിട്ടില്ല. ആ അക്ഷരമാകണമെങ്കിൽ ആ ഓരോ ആൽഫബറ്റിനോടും ചേർത്ത്, അല്ലെ ഓരോ ലെറ്ററിനോടും ചേർത്ത് ഓരോ വവലൂടെ കൂടണം. ആ ഒരു വവല് ചേർത്ത് വെച്ച് മാത്രമേ അതിനെ ഒരു അക്ഷരമായിട്ട് പരിഗണിക്കാൻ കഴിയൂ. അതുവരെ അത് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള വർണ്ണങ്ങൾ മാത്രമാണ്. അതായത് ഒരക്ഷരം പൂർണ്ണമായിട്ട് ഉച്ചരിക്കുന്ന രീതിയിൽ നമുക്കതിനെ ഉച്ചരിച്ചു കൂടാ. പക്ഷേ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് പൂർണ്ണമായ അക്ഷരങ്ങളായിട്ടാണ് ഈ ആൽഫബറ്റിലെ ലെറ്റേഴ്സിനെ എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഷയം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരം A ആണ്. A മുതലാണ് പഠിപ്പിക്കുന്നത്. അതിൽ 5 വവൽസ് ഉണ്ട്. AEIOU, ഇത്രയും വവൽസാണ്, അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങളാണ്. ഈ സ്വരാക്ഷരങ്ങൾ ആദ്യം നമുക്കിടത്തൊന്ന് പരിശോധിക്കാം. ഈ ഇടകലർന്ന് വരുന്നത് കൊണ്ട് സ്വരാക്ഷരങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കാതെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ അംഗൻവാടികളിൽ ഇത് പഠിപ്പിക്കാറ്. ഇന്നുവരെയും പഠിപ്പിച്ചു വരുന്നത് അങ്ങനെയാണ്. ഈ വവൽസിന് പ്രാധാന്യമൊന്നും കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു ഭാഷയിലാണെങ്കിലും അതിലെ സ്വരാക്ഷരങ്ങൾക്ക്, അതായത് ഈ വവൽസിന് വളരെ പ്രാധാന്യമുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വവൽസ് അഥവാ സ്വരാക്ഷരങ്ങൾ ഉയിരും വ്യഞ്ജന വർണ്ണങ്ങൾ യഥാർത്ഥത്തിൽ ഉടലുമാണ്. ഈ ഉടലിൻ്റെ ഈ ഉയിര് കയറിയെങ്കിൽ മാത്രമേ അക്ഷരങ്ങൾക്ക് ജീവൻ വയ്ക്കൂ, എങ്കിൽ മാത്രമേ ഒരക്ഷരം സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള കെൽപ്പുള്ളതാവും.
അതുകൊണ്ട് സ്വരാക്ഷരങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്, വളരെ ഗൗരവത്തോട് കാണേണ്ട കാര്യമാണ്. ഇംഗ്ലീഷിലാകട്ടെ അങ്ങനെ ചെയ്യുന്നില്ല, ഇടകലർന്നാണ് ഈ ആൽഫബറ്റിലെ ലെറ്ററുകൾ എല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ഈ സ്വരാക്ഷരങ്ങളെ 5 വോവൽസിനെ പ്രത്യേകം എടുത്തൊന്ന് പരിശോധിക്കുകയാണ്. എ, ഇ, ഐ, ഒ, യു. ഇതിലെ ആദ്യത്തെ എ എന്ന ലെറ്റർ, രണ്ടാമത്തെ ഇ എന്ന ലെറ്റർ, മൂന്നാമത്തെ ഐ എന്ന ലെറ്റർ, ഒ എന്ന ലെറ്റർ, യു എന്ന ലെറ്റർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട യഥാർത്ഥത്തിൽ ഈ ലെറ്ററുകളുടെ ഉച്ചാരണം ഇത് തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഉച്ചാരണമെങ്കിൽ ഈ ലെറ്റർ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ വാക്കെഴുതിക്കുമ്പോൾ എ ഫോർ ആപ്പിൾ എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എ ഫോർ ആപ്പിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ എ ആകാനല്ല സാധ്യത, ആയാകാം. ആ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞെങ്കിലല്ലേ ശരിയാവും. എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ലെറ്റർ എ ആണെങ്കിൽ അത് ഏപ്പിൾ എന്ന് മാത്രമേ ഉച്ചരിക്കാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ ഈ വവൽസിൻ്റെ എല്ലാ ഉച്ചാരണം ശരിയല്ല. ഒരേ ഒരു ലെറ്റർ, അതായത് ഒ എന്ന ലെറ്റർ മാത്രമേ ഉള്ളൂ ശരിക്കും യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടും ഉച്ചരിച്ച് പഠിപ്പിക്കുന്നത്. ബാക്കി 4 തെറ്റായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇത്രയാണ് വവൽസ്. ഇത് ഈ ഓരോ വവലും ബാക്കിയുള്ള 24 ലെറ്ററുകളിൽ ഏതെങ്കിലും ഓരോ ലെറ്ററിൽ ഇതിലേതെങ്കിലും ഓരോ വവല് കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവ ആ 21 അക്ഷരങ്ങളാവുകയുള്ളൂ. അത് ഫലത്തിൽ ഇപ്പോൾ ഒരു വർണ്ണം മാത്രമാണ്, അത് വ്യഞ്ജനാക്ഷരത്തിനുള്ള വർണ്ണമാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് എ കഴിഞ്ഞ് ബി എന്നൊരക്ഷരം പോലെയാണ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരക്ഷരമാകുന്നില്ല. അതൊരക്ഷരമാകണമെങ്കിൽ ബി എന്ന് വരണമെങ്കിൽ അത് ആ ബി എന്ന് നമ്മൾ പഠിക്കുന്ന ആ ലെറ്ററിൻ്റെ കൂടെ ഒരു ഐ എന്ന് നമ്മൾ പഠിച്ച ഒരു ലെറ്റർ കൂടെ ചേർത്തെങ്കിൽ മാത്രമേ ബി ആവും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ഐ എന്ന് നമ്മൾ പഠിക്കുന്നത് ഐ അല്ലെന്നും, എ എന്ന് പഠിക്കുന്നത് എ അല്ലെന്നും, ഇ എന്ന് പഠിക്കുന്നത് ഇ അല്ലെന്നും, യു എന്ന് പഠിക്കുന്നത് യു അല്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. ഓ മാത്രം കൃത്യമായിട്ടുള്ള ഉച്ചാരണമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ എ ഫോർ ആപ്പിൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു അനി എഴുതണം. അനി എന്നെഴുതണമെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇതാണ്, അനി. അത് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ANI ഇത്ര എഴുതിയെങ്കിലേ അനി എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതേ അല്ല, ഇതായാണ്. എല്ലാ ഭാഷകളിലും പ്രധാനപ്പെട്ട ആദ്യാക്ഷരമായ ആ എന്ന അക്ഷരമാകുന്നു നാം എ എന്ന് പഠിക്കുന്നത്. അത് ആ വാക്കുകൾ പഠിക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ എന്ന് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടും അത് എ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എ എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ ശബ്ദം. പക്ഷേ ഇ എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് ഐ അല്ല, യഥാർത്ഥത്തിൽ ഇ ആണ്. അതായത് ഇത് പഠിപ്പിക്കുന്നത് ഇവിടെ വരേണ്ടതാണ്. ഓ കൃത്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ യു എന്നുള്ളത് യകാരം അവിടെ ഇല്ല. മലയാളത്തിൽ നമ്മൾ ഉ എന്നെഴുതുന്ന ആ ലെറ്ററാണ്, ആ ഒരു സ്വരാക്ഷരമാണ് ഇത്. അപ്പൊ ഇത് ശരിക്കും ആ, എ, ഇ, ഒ, ഉ ഇത്രയുമാണ്. ഇത് ആദ്യത്തെ ആയാണ്, ഇത് എ ആണ്, ഇത് ഇ ആണ്, ഇത് ഓ തന്നെയാണ്, കേരളത്തിൽ ഓയാണ്.
ഇത് പക്ഷെ ഊവാണ്. ഇത്രയും നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത്? ആയിട്ടും എ ആയിട്ടും ഇ ആയിട്ടും ഊ ആയിട്ടും ഒക്കെ സത്യസന്ധമായിട്ട് പഠിപ്പിക്കാമെന്നിരിക്കെ ഇത്തരം തെറ്റായ ഉച്ചാരണം ഈ ലെറ്ററുകൾക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കണം. അത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇംഗ്ലീഷ് ഉണ്ടായ പ്രദേശത്ത്, പാശ്ചാത്യ നാട്ടില് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഭാഗത്ത് അവരൊരു പക്ഷേ ഈ എ ഇ ഒ ഉ എന്നുള്ളത് ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും അവർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവരിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം നാം തെറ്റിദ്ധരിച്ച് അത് ഇങ്ങനെ എ ഇ ഐ ഒ ഉ എന്നാക്കിയതായിരിക്കും. കാലാകാലങ്ങളിൽ ഇങ്ങനെ പഠിച്ച് വന്ന് ഇതിപ്പോൾ വവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എ ഇ ഐ ഒ യു എന്ന് നമ്മൾ കാണാപ്പാടം പഠിച്ചങ്ങ് പറയുകയാണ്. അവിടെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സംഭവിക്കുന്ന ആദ്യത്തെ പെശക്. വളരെ പ്രാധാന്യമുള്ള ഈ സ്വരാക്ഷരങ്ങളെ, ഈ വവൽസ് തെറ്റായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, തെറ്റായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു വരുന്നത് എന്നുള്ളതാണ് ഇംഗ്ലീഷ് പഠനത്തിലെ ആദ്യത്തെ ഒരു പോരായ്മ. അത് നമ്മൾ കൃത്യമായിട്ടും ബോധ്യപ്പെട്ടു വേണം ബാക്കി ഇംഗ്ലീഷ് പഠനത്തിലേക്ക് കടക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എ കഴിഞ്ഞാൽ പിന്നെ ബി ആണുള്ളത്. ബി ഇത് യഥാർത്ഥത്തിൽ ഇത് ബി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ബി അല്ല. ഇത് ബി ആകണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഐ എന്ന് നമ്മളെ പഠിപ്പിച്ച ഈ ഇകാരം കൂടെ ചേർക്കും. ഈ എന്ന് പറയുന്ന സ്വരാക്ഷരം കൂടെ ചേർത്തെങ്കിൽ മാത്രമേ ഇത് ബി എന്ന് നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. ഇതാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഇത് ബി എന്ന് പഠിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ബി എന്ന് പഠിപ്പിക്കരുത്. ബി എന്ന് പാശ്ചാത്യർ ഉച്ചരിക്കുന്നില്ല. ബ് എന്ന് ഉച്ചരിക്കുന്നത് സൗകര്യത്തിന് വേണ്ടി അങ്ങ് ബി ആക്കുകയാണ് ചെയ്യുന്നത്. ബ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബ് എന്നുള്ളതിൻ്റെ കൂടെ ഈ എന്ന ഒരു സ്വരം കൂടെ ചേർക്കുമ്പോഴാണ് ബി ആകുന്നത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 21 അക്ഷരത്തിനും സംഭവിച്ചത് നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഇത് ഉച്ചരിക്കേണ്ടത് പ് എന്നാണ്. അപ്പോ ഈ 5 വവൽസ് ഉച്ചരിക്കേണ്ടത് ആ, എ, ഇ, ഒ, ഉ എന്നാണെന്നും ബാക്കിയുള്ള 21 അക്ഷരങ്ങളും അക്ഷരത്തിന്റെ പകുതി ശബ്ദത്തിൽ ഉച്ചരിച്ച് നിർത്തേണ്ടതാണെന്നും, അതായത് ബ്, സ്, ഡ് ഇങ്ങനെയാണ്. അത് ബ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സൗകര്യാർത്ഥം ബി എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ബി ആണെങ്കിൽ മലയാളത്തിൽ ബി എന്നെഴുതുന്നതിനിപ്പോ ബിനു എന്നെഴുതാൻ എങ്ങനെയാണ്? ബിനു ഇങ്ങനെ ഒരു പേരോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതെഴുതണമെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ പിന്നെ ആദ്യം എഴുതാൻ രണ്ടാമത്തെ അക്ഷരം വരുന്ന എന്നല്ലേ ആകേണ്ടത്? ബി നു. ഇങ്ങനെ എഴുതിയാൽ ബിനു ആകുമോ? ഇങ്ങനെ എഴുതിയാൽ ബിനു ആകൂല. പക്ഷേ ഈ ബി ആകണമെങ്കിൽ ഈ ബി കഴിഞ്ഞൊരു ഐ എന്ന് പഠിച്ച ഈ അവിടെ എഴുതണം. എങ്കിൽ മാത്രമേ ഇത് ബിനു ആകൂ. കാരണം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ ഈ അനിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് മനസ്സിലായി ബി അല്ല, ഇത് ബ് ആണ്. ബ് അധികം ഐ, ബ് അധികം ഇ ആണ് ബി എന്നും, എൻ അധികം നു അധികം ഉ ആണ് നു എന്നും. ഈ എന്നും എമ്മും ഒക്കെ ചില്ലക്ഷരവുമായിട്ടും ഈ പകുതി അക്ഷരവുമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നം വരുന്നില്ല. ഏതാണ്ട് 8-9 അക്ഷരങ്ങൾ നമുക്ക് ഈ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ 8 അക്ഷരങ്ങൾ അവ കൃത്യമായിട്ടും ഈ പകുതി ശബ്ദത്തിൽ തന്നെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലേ അത് എഫ്, എച്ച്, എൽ,
എം, എൻ, ആർ, എസ്, എക്സ് ഇത്രയും. അത് ചിലത് ചില്ലക്ഷരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നും എല്ലും ഒക്കെ ചില്ലക്ഷരങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അക്ഷരത്തിന്റെ പകുതിയേ ഉള്ളൂ, അതൊരു വർണ്ണമേ ഉള്ളൂ. ചില്ലക്ഷരമില്ല, ഒരു വർണ്ണമായിട്ടാണ് കൂട്ടുന്നത്. ബാക്കി ഈ പറയുന്ന എഫ്, എച്ച് അത് നമ്മൾ മറ്റൊരു തരത്തിൽ പറഞ്ഞ ഭ, ഹ്, ല്, മ, ന്, റ്, സ്, സ് ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. അതങ്ങനെയാണ് ഉച്ചരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം തെറ്റായിട്ടാണ്, പൂർണ്ണാക്ഷരങ്ങളുടെ രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ച് ഉറപ്പിക്കുന്നത്. അത് ഈ വാക്കുകൾ എഴുതാൻ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് തോന്നും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനുവിന്റെ ബി ആയി കഴിഞ്ഞല്ലോ, പിന്നെന്തിനാണ് ഇവിടെ ഒരു ഇകാരത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ആദ്യ സമയത്ത് തന്നെ ഈ ലെറ്ററുകൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഉച്ചാരണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. വാക്കുകളിലേക്ക് കുട്ടികൾക്ക് കിടക്കാൻ വളരെ എളുപ്പമാണ്. ഈ 5 വവല് ഹൃദയസ്ഥമാക്കി യഥാർത്ഥ ഉച്ചാരണത്തിൽ ഹൃദയസ്ഥമാക്കുകയും ബാക്കിയുള്ള 21 അക്ഷരങ്ങളുടെയും ശബ്ദം, അതിൻ്റെ ഉച്ചാരണം അത് അപൂർണതയിൽ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറെ എളുപ്പമാകും. വാക്കുകളിലേക്ക് കിടക്കുമ്പോൾ കുട്ടികളിലെ സംഘർഷമില്ലാതെ വരും, ചിന്താക്കുഴപ്പമില്ലാതെ വരികയും ചെയ്യും. അതിന് ഏറ്റവും പറ്റിയ തരത്തിൽ ഒരു ചാർട്ട്, ഒരു ഇംഗ്ലീഷ് അക്ഷരമാലയുടെ ചാർട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇംഗ്ലീഷ് അക്ഷരമാല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൽ അക്ഷരമാലയല്ല, വർണ്ണമാലയാണ്. നാം അക്ഷരങ്ങളെന്ന് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് എല്ലാവരും, ഇപ്പൊ ഞാൻ തന്നെ അക്ഷരം എന്ന് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് വർണ്ണമാലയാണ്. ഇംഗ്ലീഷിൽ വർണ്ണമാലയും മലയാളത്തിൽ അക്ഷരമാലയും. മലയാളത്തിൽ നമ്മൾ അക്ഷരങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് വർണ്ണമാലയാകുന്ന സാഹചര്യത്തിലും ഈ 5 വവൽസ് അക്ഷരങ്ങൾ തന്നെയാണ്. അത് ഏകവർണ്ണ അക്ഷരമാണ്, ഒരു വർണ്ണം കൊണ്ടുള്ള അക്ഷരങ്ങളാണ്. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അതിന് സ്വയം നിൽക്കാൻ കഴിയും ഈ 5 വവലുകൾക്ക്. ബാക്കിയുള്ളവ ഏകവർണ്ണങ്ങൾ മാത്രമാണ്, അക്ഷരങ്ങളായിട്ടില്ല. അവയ്ക്ക് അക്ഷരങ്ങളാകണമെങ്കിൽ ഈ വവൽസിൽ ഏതെങ്കിലും ഓരോന്ന് അതിൻ്റെ വലതുവശത്ത് ചേരണം, എങ്കിൽ മാത്രമേ അത് അക്ഷരങ്ങളാവൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, ഇംഗ്ലീഷിന് വർണ്ണമാലയാണുള്ളത്, അക്ഷരമാലയല്ല. അത് പിന്നീട് വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പിന്നീട് ഈ വർണ്ണങ്ങൾ ചേർത്താണ് വാക്കുകൾ ഉണ്ടാക്കുന്നത്, ഒരിക്കലും അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട്. അത് അക്ഷരങ്ങളില്ലാത്തത് കൊണ്ടാണ് വർണ്ണങ്ങൾ ചേർത്താണ് വാക്കുകൾ ഉണ്ടാക്കുന്നത്. നാം ഇപ്പൊ അമ്മ എന്നെഴുതുന്ന ആയും ഉമ്മായും 2 അക്ഷരങ്ങളാണ്. പക്ഷേ ഇംഗ്ലീഷ് വരുമ്പോൾ ആയ എന്നത് ഒരു സ്വരം ആയതുകൊണ്ട് അത് അക്ഷരമാണ്. പക്ഷേ ഇമ്മായിക്ക് 3 വർണ്ണം എഴുതാം. അതായത് 2 എമ്മും ഒരു ആയും അവസാനം എന്ന് പഠിച്ച ആയും വേണം. അത്രേ എഴുതിയെങ്കിലേ അമ്മ എന്ന് വരും. എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 അക്ഷരം വരും. 4 അക്ഷരത്തിൽ 2 എണ്ണം വർണ്ണമാണ്. എം എന്ന് നമ്മൾ പഠിക്കുന്ന മ, ആ എം വർണ്ണമാണ്. അതിൻ്റെ കൂടെ ഒരു സ്വരം അപ്പുറത്ത് ചേരുമ്പോഴാണ് മാ എന്നുള്ള ഒരു അക്ഷരം വരുന്നത്. അപ്പം നമ്മൾ അക്ഷരങ്ങൾ തയ്യാറാക്കി വെച്ച് മലയാളം പഠിക്കുന്നു, മലയാളം വാക്കുകൾ എഴുതുന്ന ആ സ്ഥാനത്ത് ഇംഗ്ലീഷിൽ വർണ്ണങ്ങൾ നിരത്തിയാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ആൽഫബറ്റിൻ്റെ ചാർട്ടാണ്. ഇതിൽ ഈ ലെറ്ററുകൾ എങ്ങനെ ഉച്ചരിക്കണമെന്ന് കൃത്യമായി മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വവൽസിന്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി വവൽസിനെ എല്ലാം ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റിയപ്പോൾ നമ്മൾ നിലവിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ ആ ചാർട്ടില്, ആ ക്രമീകരണത്തില് 2 അക്ഷരം മാത്രം ഓരോ അക്ഷരത്തിന്റെ വ്യത്യാസത്തിൽ ഞാൻ പുറത്തോട്ട് മാറ്റി ഇതിനോടൊപ്പം ചേരത്തക്ക തരത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മലയാള അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാറ്റുമ്പോൾ ചില വിഷയങ്ങളുണ്ട്. കാരണം അതൊരു ക്രമീകരണത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ഉദാഹരണം ക, ഖ, ഗ, ഖ, ങ എന്ന് പറഞ്ഞാൽ അത് കവർഗം.
അങ്ങനെ ചവർക്കം ടവർക്കം തവർക്കം അങ്ങനെ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് മലയാളത്തിലെ ഈ അക്ഷരങ്ങളെല്ലാം, പ്രത്യേകിച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ. എന്നാൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ തോന്നുന്നുമില്ല. കാരണം ഇതെല്ലാം ഈ വവൽസ് ഉൾപ്പെടെ ഇടകലർന്നു വരുന്നത് കൊണ്ട് ഇതിന് അത്തരത്തിലൊരു ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടോ എന്ന് അറിയില്ല, അതിന് സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരക്ഷരം ഇങ്ങോട്ട് മാറി ഒരക്ഷരത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ മാറിയെന്ന് വെച്ച് കുഴപ്പം വരാനില്ല. നമ്മൾ നേരത്തെ ഇത് ചൊല്ലി പഠിച്ച ആ ഓർമ്മ വെച്ച് ചൊല്ലുമ്പോൾ ഒരക്ഷരത്തിന്റെ വ്യത്യാസം അപ്പുറത്തോ ഇപ്പുറത്തോ ആകുമെന്നുള്ളത്. പക്ഷെ ഇത് ഇങ്ങനെ പഠിക്കാനും എളുപ്പമാണ്. അപ്പൊ ഇതിനകത്തെ ഗൗരവമായിട്ട് കാണേണ്ടത് ഈ ലെറ്ററുകളുടെ യഥാർത്ഥത്തിലുള്ള ഉച്ചാരണം എന്താണെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ ABCD എന്നുള്ളത് തൽക്കാലത്തേക്ക് ഒന്ന് മറക്കുക. തൽക്കാലത്തേക്ക് പഠിച്ചത് ആ ABCD എന്നുള്ള ആ ഉച്ചാരണ രീതി ഒന്ന് മറക്കുക. എന്നിട്ട് ഇതിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒന്ന് ഉച്ചരിച്ചു നോക്കാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ വേണ്ടത്. ആ, ബ, സ്, ഡ, എ, ഫ്, ഗ, ഹ്, ഇ, ജ്, ഹ്, ല്, ഓ, മ്, ന്, പ്, ഉ, റ്, സ്, ട്, ഖ്, വ്, ഡബിൾ ബ അഥവാ ഉ, സ്, ഇ, സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉച്ചാരണങ്ങൾ ഞാനിവിടെ ഈ ചാർട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഉച്ചരിച്ച് ശീലിക്കുന്ന ബി എന്നാണ്. അത് ബ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇംഗ്ലീഷുകാർ തന്നെ അത് ബി എന്ന് അവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ട് ബ് എന്ന് ഒന്ന് പറയാൻ. അതിനവർ ബി എന്നാക്കിയെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് ഈ ബി, അതായത് ഒരക്ഷരത്തിന്റെ ഏതാണ്ട് പകുതി വരുന്ന ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു വവല് ചേരാതെ പൂർണ്ണാക്ഷരമല്ലാതെ നിൽക്കുന്ന ഒരു ശബ്ദമാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇത് മിക്കവാറും ഏതാണ്ട് 8-9 അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അങ്ങനെ പൂർണ്ണാക്ഷരം പോലെ തോന്നിക്കുന്ന തരത്തിലാണ് അവർ ഉച്ചരിച്ചു വന്നത്. എന്നാൽ അവർ തന്നെ ഉച്ചരിച്ചതിൽ ഈ അപൂർണമായി ഉച്ചരിക്കുന്ന ഏതാണ്ട് ഇതുപോലെ ഉച്ചരിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. അതിലൊന്നാണ് എഫ്, ഫ് എന്നാണ്, എഫ് എഫ് എന്നാണ് ഉച്ചരിക്കുന്നത്. അതായത് നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഉച്ചാരണത്തിന് ഏതാണ്ട് യോജിക്കുന്ന തരത്തിൽ ഉച്ചരിക്കുന്ന ചില ലെറ്ററുകളിലൊന്നാണ് ഫ്. അതുപോലെ മറ്റൊന്നാണ് എം, 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 ഇല്, ഇല്, ല്, മ്, എൻ, ന്, ന്. അതുപോലെ ആർ എന്ന് പറയുന്ന എസ്, എസ് അങ്ങനെ പറയുന്നതാണ്. അതുപോലെ വേറെ എക്സ്, സ്, സ് അങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രേ 8-9 ലെറ്ററുകൾ മാത്രം യഥാർത്ഥ ഉച്ചാരണത്തിന് അവര് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഈ പൂർണ്ണാക്ഷരമായി നമുക്ക് തോന്നത്തക്ക തരത്തിലാണ് ഉച്ചരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോ സി എന്നുള്ള ഈ അക്ഷരം, ഈ ലെറ്റർ, അത് കകാരത്തിനും സകാരത്തിനും ഉപയോഗിക്കുന്നുണ്ട്. സകാരമാണ് അക്ഷരമാലയിൽ ശബ്ദിക്കുന്ന ഈ സി എന്നുള്ള ശബ്ദം സകാരമായിട്ടാണ് കൂടുതലും അക്ഷരമാലയെ ശബ്ദിക്കുന്നതെങ്കിലും ഭാഷയില് വാക്കുകളില് ഈ ലെറ്റർ കകാരത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഈയും ഐയും മുമ്പിൽ വരുമ്പോൾ മാത്രമേ ഇത് സകാരമാകുള്ളൂ. ബാക്കി എയും ഓയും യുവും മുമ്പിൽ വരുമ്പോൾ 3 വവല് മുമ്പിൽ വരുമ്പോൾ ഇത് കകാരത്തിനാണ് ഉപയോഗിക്കുന്നത്. 2 വവല് വരുമ്പോൾ സകാരത്തിനും 3 വവല് മുമ്പ് വരുമ്പോൾ കകാരത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉച്ചരിക്കുന്ന യഥാർത്ഥത്തിൽ അപ്പൊ കൂടുതലുള്ള ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ ഇത് സി നല്ല കീന്ന് വേണം ഉച്ചരിക്കാൻ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ വ്യത്യാസം വരുത്താതെ അത് 2 ശബ്ദവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്, ക്ക് എന്ന് 2 ശബ്ദവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് നമ്മൾ ഈ ശബ്ദവുമായിട്ട്
ഒരുപാട് അന്തരം തോന്നുന്ന ഒരു ശബ്ദത്തിൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് എച്ച്. എച്ച് എന്ന് പറയുന്ന എന്നുള്ളത് അവർക്ക് നാക്ക് വഴങ്ങായിക കൊണ്ട്, ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാക്ക് വഴങ്ങായിക കൊണ്ട് അവര് ഈ എന്നുള്ളതിനെ എച്ച് എന്ന് ശബ്ദിച്ചു പോയതാണ്. നമുക്കറിയാം ഇത് ഹായ്ക്കാ ഉപയോഗിക്കുന്നതെന്ന്. ഈ എച്ച്, ഹ എന്ന ശബ്ദത്തിന് എച്ച് ആണ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഇംഗ്ലീഷിലെ എച്ച്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് ഹ് അതാണ്. നമുക്കിതിങ്ങനെ ഉച്ചരിക്കാം, ഹ എന്ന് ഉച്ചരിക്കാം, ഇഹ് എന്നും ഹ് എന്നും ഒക്കെ ഉച്ചരിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് നന്നായിട്ട് ഈ എഴുതിയിരിക്കുന്ന മലയാള ഉച്ചാരണങ്ങളെല്ലാം അതുപോലെ ഉച്ചരിച്ച് നമുക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതല്ല. അതുകൊണ്ട് അങ്ങനെ പഠിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്ന ഡബ്ല്യു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഈ ഡബ്ല്യു യഥാർത്ഥത്തിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 2 യു ആണ്. ഡബ്ല്യു യഥാർത്ഥത്തിൽ ഇത് യു അല്ല, ഇത് വി ആണ്. നമുക്ക് യു ചുവട് ഉരുണ്ടതാണ്, ഉ എന്ന അക്ഷരം. യു എന്ന് നമ്മൾ പഠിച്ചതും ഉ എന്ന ശരിക്കുള്ള ഉച്ചാരണമുള്ളതുമായ ഈ ലെറ്ററിന്റെ ഈ ലിപി ചുവട് ഉരുണ്ടതാണ്. എന്നാൽ നോക്കൂ, വി എന്ന ഉ എന്ന ഈ ലെറ്റർ ചുവട് കൂർത്തതാണ്. ഇത്തരം 2 വ് എന്നുള്ളത്, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ 2 ബി കൂടിച്ചേരുന്നതാണ് ഈ ഡബ്ല്യു. ഈ ലിപി കണ്ടാൽ നമുക്ക് പെട്ടെന്നറിയാം, അത് കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഡബിൾ വി എന്ന് വേണം ഉച്ചരിക്കാൻ. നേരത്തെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കേണ്ടതാണ്. ഡബ്ല്യു അല്ല, ഡബിൾ വി എന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് വിയുടെ ഇരട്ടിപ്പാണ്. അപ്പോൾ വി ഉ ആണെങ്കിൽ ഡബിൾ വി ഉ എന്ന് ഉച്ചരിക്കേണ്ടി വരും. അത് ഇംഗ്ലീഷിലെ വാക്കുകൾ നോക്കുമ്പോഴും നമുക്കറിയാം, പലതിനും ഡബിൾ വി ഉച്ചാരണം അങ്ങനെയാണ്. പക്ഷെ അത് കൂടുതലും ഇംഗ്ലീഷുകാർ അകത്തോട്ടാണ് ഉച്ചരിക്കുന്നത്. ആ ശബ്ദം അകത്തോട്ടെടുക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഉവായാണ് എന്നുള്ളത് ആ ഉവ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത തരത്തിലാണ് ഉച്ചരിക്കുന്നത്. അതിന്റെ കാരണം ഇതിന്റെ അടുത്ത് വരുന്ന മറ്റ് ലിപികളുടെ അല്ലെങ്കിൽ മറ്റ് ലെറ്ററുകളുടെ പ്രശ്നമാണ്. അതങ്ങനെ ധാരാളം വരുന്നുണ്ട്, അത് പുറകാലെ പറയാം. അപ്പൊ അതുകൊണ്ട് ഇത് ഉ എന്ന് ഉള്ള അക്ഷരം ആകാനാണ് സാധ്യത. ഇനി മറ്റൊന്ന് യ് എന്നുള്ളത്. യ് പക്ഷെ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് വൈ എന്നാണ്. യഥാർത്ഥത്തിൽ യ് ആണ്. യ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്വരമല്ല, അതൊരു വ്യഞ്ജന ശബ്ദമാണ്. നമ്മൾ പലരും പേരിന്റെ എഴുതുന്നതിൻ്റെ ഒടുവിലായാലും സ്ഥലനാമങ്ങളുടെ ഒടുവിലായാലും ഒടുവിൽ ഇകാരം വരുന്നതിന് പലതും ഈ വൈ എഴുതി കാണുന്നുണ്ട്. ഒടുവിൽ ഇകാരത്തിൽ നിർത്തുന്ന, ഇപ്പം മണിയെന്നോ ചങ്ങനാശ്ശേരിയെന്നോ കോഴഞ്ചേരിയെന്നോ പിന്നെ അതുപോലെയുള്ള ഇകാരം വരുന്ന പല വാക്കുകളും അല്ലെങ്കിൽ നാമങ്ങളും അവസാനം വൈ എഴുതി നിർത്തിയാണ് കാണുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇംഗ്ലീഷിൽ പല വാക്കുകൾക്കും വികാരമായിട്ട് തോന്നുന്ന വൈ ഒടുവിൽ എഴുതുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ വികാരമല്ല, ഈ എന്നുള്ള ഈ ശബ്ദമാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ശബ്ദം പലപ്പോഴും ഈ എന്നുള്ള ഒരു ശബ്ദമായിട്ട് കേൾക്കുന്നുണ്ട്. പലപ്പോഴും ഈ എന്ന് പറഞ്ഞാൽ ഈ എന്നാ പലരും മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് യാതൊരു തരത്തിലും ഈ സ്വരമല്ല, ഇതൊരു വ്യഞ്ജനമാണ്. അതുകൊണ്ട് പേരിന്റെ ഒടുവിലായാലും എവിടെയായാലും ഇനി ഉള്ളിലായാലും ഇകാരത്തിന് ഇത് ചേർക്കരുത്. ഇത് ഈ അകാരത്തിന് വേണ്ടിയുള്ള ഒരു വ്യഞ്ജന ശബ്ദമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ ആൽഫബറ്റ് ഈ ക്രമത്തില് നന്നായിട്ട് പഠിച്ചാൽ ആദ്യം ഈ വവൽസുകളെ, ഈ സ്വരങ്ങളെ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുകയും ഈ വ്യഞ്ജനങ്ങളുടെ ആദ്യ ശബ്ദമായ അല്ലെങ്കിൽ അതിൻ്റെ അപൂർണ ശബ്ദമായ ഈ എഴുതിയിരിക്കുന്ന ചാർട്ട് ക്രമത്തിൽ ബ, സ്, ഖ്, ഡ, ഫ്, ഗ, ഹ്, ജ, ക്, ല്, മ്, ന്, പ്, റ്, സ്, ട്, ക്യു, ഉ,
സ്, യ്, സ്. ഇങ്ങനെ പഠിക്കുകയും ചെയ്താൽ ഏറ്റവും സൗകര്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വാക്കെഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വരും. ഇവിടെ നമുക്ക് പഠിപ്പിക്കാവുന്നത് ഈ ബിയുടെ കൂടെ ഈ ഒരു എന്ന് പഠിച്ച, അല്ലെങ്കിൽ ഇനി മലയാളം നമ്മൾ എഴുതിയിരിക്കുന്നേ പഠിക്കുക. ബ് എന്നുള്ളതിൻ്റെ കൂടെ അധികം ആ ചേർത്താൽ ബ എന്നുള്ള അക്ഷരം കിട്ടും. അതുപോലെ ജിയുടെ കൂടെ ഈ എന്ന് നമ്മൾ പഠിച്ച എ മലയാളത്തില് അപ്പോ ഗ അധികം എ സമം ഗ കിട്ടും. ബ അധികം ഈ സമം ബി എന്ന അക്ഷരം കിട്ടും. ബ അധികം ഓന്ന് എഴുതിയാൽ ബോന്ന് കിട്ടും. ബ അധികം ഉ എന്ന് പറഞ്ഞാൽ ഭൂ എന്ന അക്ഷരം കിട്ടും. അങ്ങനെ ഓരോ വ്യഞ്ജന അക്ഷരങ്ങളും വ്യഞ്ജന വർണ്ണങ്ങളും ഈ ഓരോ വവലുമായിട്ട് കൂട്ടിച്ചേർത്ത് 5 തരത്തിലുള്ള ശബ്ദങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇപ്പൊ ബി എഴുതി അധികം അല്ലെങ്കിൽ ബ് അധികം ആ സമം ബ. പക്ഷെ പലരും ധരിച്ചിരിക്കുന്നത് ബ അധികം ഈ സമം ബി എന്നാണ്. അത് തെറ്റാണ്. ബ അധികം ഈ എന്ന് പറഞ്ഞാൽ ബൈ എന്നാണ് അതിന്റെ ഉച്ചാരണം വരുന്നത്. ബ അധികം ഊ എന്ന് പറഞ്ഞാൽ ബൗ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത്, ഭൂ എന്ന് പറയണമെങ്കിൽ ബ് അധികം ഊ ചേർത്തെങ്കിലേ ഭൂവാകും. അല്ല ബായുടെ കൂടെ ഉകാരം ചേർത്താൽ ഭൂ ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബായുടെ കൂടെ ഇകാരം ചേർത്താൽ ബി ആകത്തില്ല, അത് ബൈന്ന് വായിക്കേണ്ടി വരും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കുകയും ചെയ്യുക. പിന്നെ ഇതിനകത്ത് സമാനമായ ശബ്ദം വരുന്ന സി, എസ്, സെഡ്, ഈ 3 ലെറ്ററുകൾക്ക് സമാനമായ ശബ്ദമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ശബ്ദത്തിന് 3 ലെറ്ററുകളുടെ 3 അക്ഷരത്തിന്റെ ആവശ്യമില്ല. ഒരു ശബ്ദമാണ് ആവശ്യമെങ്കിൽ അതിനൊരു ലെറ്ററിന്റെ ആവശ്യമേ ഉള്ളൂ. അതിന് യഥാർത്ഥത്തിലുള്ള തികച്ചും സകാരത്തിന് ചേർന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എസ് എന്ന് പഠിച്ച അതാണ്. സ്, അതാണ് സ്. യഥാർത്ഥത്തിലുള്ള സ് ഇതാണ്. ഇത് സീന്നും കീന്നും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇത് ഈ സി ആകാൻ യാതൊരു വഴിയുമില്ല. കാരണം ഇത് സ് ഉള്ളപ്പോ ഇങ്ങനെ ഒരു സ് ആവശ്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിത് ഉപയോഗിക്കാൻ ശരിക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് നമ്മുടെ ശബ്ദ വ്യവഹാരത്തിലോ എഴുത്തിന്റെ വ്യവഹാരത്തിലോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ലെറ്ററാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് പാശ്ചാത്യർക്ക് വേണം. അത് അവരുടേതായ ഒരു ശബ്ദമാണ് ഇതിലവരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകാത്ത എന്തോ ശബ്ദമാണെന്ന് നമുക്കറിയാം. ആരും ഇന്ന് വരെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ശബ്ദം കണ്ടുപിടിച്ചതായിട്ട് അറിയത്തില്ല. പലരും സകാരത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്, കകാരത്തിന് ഉപയോഗിക്കും. പക്ഷെ അത് സായും കായും ഒന്നുമല്ല. ഇവിടെ സകാരത്തിന് ഈ സ് ഉണ്ട്, കകാരത്തിന് ഈ കെ ഉണ്ട്. അതാണ് അതിന്റെ തനിമയുള്ള ആ ശബ്ദവും അതിന്റെ ഉച്ചാരണവും അതിന്റെ അക്ഷരവും. അതാണ് കെ. കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ക് എന്നാണ്. തികച്ചും നല്ല ക്, ശുദ്ധമായ ക് ആണ്. ഇത് ശുദ്ധമായ സ് ആണ്. ഈ രണ്ടും ഉള്ളപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ പല നിറങ്ങൾ ഉണ്ടാക്കാം. കാന്നും കീന്നും കൂന്നും സാന്നും സീന്നും സൂന്നും സോന്നും എല്ലാം ഇത് വെച്ചുണ്ടാക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാമെന്നിരിക്കെ ഈ സ് ഇതിന്റെ ഒരാവശ്യം നമ്മളെ സംബന്ധിച്ചില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് പാശ്ചാത്യർക്ക് ആവശ്യമുള്ള ഏതോ നല്ല ശബ്ദമാണ്, അവർക്ക് വേണ്ടതാണ്. നമുക്ക് അത് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവര് ഈ 2 ശബ്ദത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത ഈ 2 ശബ്ദത്തിനാണ് അവർ ഈ ഒരു ലെറ്റർ ഉപയോഗിക്കുന്നത്. പലർക്കും ചില ന്യായീകരണങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല ശരി. ഇത് നമ്മുടെ ശബ്ദമല്ല, നമുക്കിത് ഉച്ചരിക്കാനും കഴിയില്ല. അതുപോലെയാണ് ഏറ്റവും കൂടുതലത്തെ സെഡ് എന്ന് പറയുന്ന അക്ഷരം. ഇത് നമ്മൾ സകാരത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്കറിയാം, ഈ എസ് ഉള്ളപ്പോ ഇതിന് ഈ സെഡ് വേണ്ട. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അപൂർവം ചില കാര്യത്തിനെ ഈ സെഡ് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ സീബ്ര പോലൊക്കെയുള്ള പിന്നെ ശബ്ദത്തിനാണ്. പക്ഷെ അത് സീബ്ര എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ എങ്ങനെ പഠിക്കുകയും ചെയ്തതാണ്.
അത് പാശ്ചാത്യർ ഇംഗ്ലീഷുകാരൊരിക്കലും അത് സായല്ല ഉപയോഗിക്കുന്നത്. അവരുടെ തൊണ്ടയ്ക്കകത്തുനിന്ന് വരുന്ന മറ്റൊരു ശബ്ദമുണ്ട്. അത് ഓരോ പ്രദേശത്ത് താമസിക്കുന്ന ചില ആളുകളിൽ നിന്ന് വരുന്ന ശബ്ദം നമുക്ക് അതുപോലെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ നമുക്ക് അതിൻ്റെ ഉച്ചാരണം കഴിയില്ല. കാരണം അത് വേറൊരു സ്ലാങ്ങെന്നോ വല്ലതും പറയാം. സ്ലാങ് അല്ല, അത് അവരെ അകത്തുനിന്ന് വരുന്ന ഒരു ശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശുദ്ധമായൊരു സായിക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ശുദ്ധമായ സായിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു യെസ് എന്ന് പറയുന്ന ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ സീന്ന് എഴുതിയ അങ്ങനെയുള്ള ഈ അക്ഷരങ്ങൾക്കെല്ലാം താഴെ ഞാൻ വരയിട്ടിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യമുള്ള നമ്മുടെ വ്യവഹാരത്തിലുള്ള അക്ഷരങ്ങൾ ശബ്ദങ്ങളല്ലാത്തത് കൊണ്ട് അതിൻ്റെ അടിയിൽ ചെറിയ വരയിട്ടിട്ടുണ്ട്. നോക്കുക. സ്, ഫു, അടുത്തത് ഖ്. ഇതും നമുക്ക് ആവശ്യമുള്ള അക്ഷരമൊന്നുമല്ല. ഉവ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. കാരണം ഈ ഉ ഉള്ളത് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഇതൊന്ന് ഇരട്ടിച്ചാൽ മതി. പക്ഷെ ഇത് ഇരട്ടിച്ച് തന്നെ ഒരു പ്രത്യേക ലിപിയുടെ ആവശ്യം നമ്മളെ സംബന്ധിച്ച് വരുന്നില്ല. അതിൻ്റെ അടി ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. എക്സ്. എക്സിനും നമുക്കിങ്ങനെ ഒരു പ്രത്യേക ലിപിയോ പ്രത്യേക അക്ഷരമോ ഒന്നും വേണ്ട. നമ്മൾ എഴുതി എക്സ് എന്ന് എഴുതിയാൽ എക്സ് എന്നാവും. ഇല്ലെങ്കിൽ എക്സ് മാത്രമാണെങ്കിൽ ഇപ്പുറത്ത് ഒരു സ്വരമില്ലാതെ ഇതുപോലെ സ് എന്നെഴുതാം, സ് എന്നെഴുതാം. നമുക്കിത് വേണേൽ ഉച്ചരിക്കുകയും ചെയ്യാം. പക്ഷെ അവർക്കൊന്നും അതൊക്കത്തില്ല. അവരതുകൊണ്ട് എക്സ് എന്നാണ് ഉച്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൊരു എയുടെ വേണം. എക്സ് എന്നാണ് ഉച്ചരിക്കുന്നത്. പക്ഷെ എക്സ് അത്രയേ ഉള്ളൂ. ഇതിന് നമുക്കിത് വേണ്ട. നമുക്ക് എക്സ് എക്സ് എന്ന ഇനി ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ പോലും ഇ കെ എസ് എന്നെഴുതാം, എക്സ് എന്നെഴുതാം. ഇ കെ എസ് അത് ഒന്നിച്ച് വായിക്കുമ്പോൾ എക്സ് എന്നാവും. അപ്പൊ അങ്ങനെ എഴുതാം. ഇങ്ങനെ ഒരു ലിപിയുടെ ആവശ്യമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വ്യഞ്ജനാക്ഷരമാണ്, സ്വരമല്ല. ഇതൊരു വാക്കിന്റെ അവസാനം ഇകാരത്തിന് ഇത് ഉപയോഗിക്കരുത്. ഇകാരത്തിന് വേറെ ഇവിടെ ഇ എന്ന് പറയുന്ന സ്വരമുണ്ട്. സെഡ് നമുക്ക് ആവശ്യമുള്ളതല്ല. പക്ഷെ ഈ ഭാഷയുണ്ടായിടത്ത് അവർക്ക് ആവശ്യമുള്ള ശബ്ദമാണ്. അവർക്ക് ഈ ലിപി കൊണ്ട് തന്നെ ഇതിനായിട്ട് ഒരു ശബ്ദം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അക്ഷരം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവരുടെ സ്വന്തം ശബ്ദത്തിനുള്ള അക്ഷരമാണ്. പിന്നെ മറ്റൊന്ന് ആ, എ, ഇ, ഒ, ഉ. ഇത് എല്ലാം ചേർത്ത്, ഇത് ഓരോന്നും ചേർത്ത് ഓരോരോ അക്ഷരം ഉണ്ടാക്കി ശീലിക്കണം. ഈ ബിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എ ചേർത്ത് ബായാക്കണം. ഈ എന്നുള്ള എ ചേർത്ത് ബേ ആക്കണം. ഐ എന്ന് പഠിച്ച ഈ ചേർത്ത് ബി ആക്കണം. ഓ എന്ന് പഠിച്ച ഓ തന്നെ ചേർത്ത് ബോന്നാക്കണം. ബു എന്നുള്ളതിന് ഈ ഊ ചേർത്ത് യു അല്ല ഊ ആണ്. ഇതിനകത്ത് യകാരം പാടില്ല. പക്ഷെ അവർക്ക് ഉകാരം അങ്ങനെ സംസാരിക്കാനൊക്കാത്തതുകൊണ്ടാണ്, ഉച്ചരിക്കാനൊക്കാത്തതുകൊണ്ടാണ് ഒരു യു എന്ന് പറയുന്നത്. അതിന് ഇത് ബൂന്നാക്കണം. അങ്ങനെ ഓരോ അക്ഷരവും ഈ ഓരോ സ്വരങ്ങൾ ചേർത്ത് വെച്ച് ശീലിക്കണം. അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇത് ബോധ്യപ്പെടാൻ വളരെ സൗകര്യമാണ് ഈ ഓരോ അക്ഷരവും വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഉച്ചരിക്കുന്ന 8-9 ലെറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതും മനസ്സിലാക്കി വെക്കണം. അതുപോലെ ബാക്കിയുള്ളവയെ ഉച്ചരിച്ച് ശീലിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. കാരണം അവര് തന്നെ ഉച്ചരിച്ച് ശീലിപ്പിച്ച 8-9 ഉണ്ട് അപൂർണമായിട്ട്. അത് വെച്ച് ബാക്കി കൂടെ ഉച്ചരിച്ച് ശീലിച്ചാൽ മതി. ഇത് എളുപ്പമാണ്. ഈ ഒരു ചാർട്ട് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ബാലപാഠം വളരെ എളുപ്പമായും സുന്ദരമായിട്ടും ബോധ്യപ്പെടാൻ കഴിയും. വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ചിന്താക്കുഴപ്പവും ഉണ്ടാവില്ല. കൃത്യമായ വാക്കുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇത് ഇത്രയും ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനം നമുക്ക് പിന്നെ എളുപ്പമാവും. പല കാര്യങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ശബ്ദത്തിലാണെന്നും മറ്റാരുടെയോ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൈലന്റ് ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. സൈലന്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സൈലന്റ് ആണ്, പുറത്തു വരാത്ത ശബ്ദങ്ങളാണ് അല്ലെങ്കിൽ അക്ഷരങ്ങളാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പുറത്ത് നമ്മൾ വരുത്താതിരിക്കുന്നതല്ല, അത് പുറത്തു വരാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിനോട് ചേർന്ന് വരുന്ന അക്ഷരങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ
നമ്മൾ പുറത്തു വരണ്ട എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ അവസ്ഥ. നമ്മൾ ശ്രമിച്ചാലും അതിന് പുറത്തു വരത്തില്ല. കാരണം അതിലും ശക്തമായി പുറത്തേക്ക് വരുന്ന അക്ഷരം അതിനോട് തൊട്ട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഈ അക്ഷരം കുറെ ഡൗൺ ആകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് പറയുകയും വേണം. പക്ഷെ അത് പുറത്തു വരുന്നില്ല, പുറത്തു വരണ്ട. പക്ഷെ ബോധപൂർവം അത് പറയാതിരിക്കുക എന്നുള്ളതല്ല ശരി. സൈലന്റ് ലെറ്റർ ഉച്ചരിക്കാതിരിക്കുകയല്ല ശരി. സൈലന്റ് ലെറ്ററേഴ്സ് തീർച്ചയായിട്ടും ഉച്ചരിക്കണം. ഉച്ചരിച്ചാൽ അത് കൃത്യമായി പുറത്തു വരത്തില്ല. സൈലന്റ് ലെറ്റേഴ്സ് ആരാണ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പുറത്തു വരത്തില്ല. അതുകൊണ്ടാണ് അവര് സൈലന്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഉച്ചരിച്ചാൽ ചിലപ്പോൾ ചിലതൊക്കെ കുറച്ച് പുറത്തു വരും. പക്ഷെ അത് പുറത്തു വന്നാൽ അതിന് ക്ഷീണമൊന്നുമില്ല. അക്ഷരം എഴുതുന്നത് എന്തിനാ? ഉച്ചരിക്കാനാണ്. ആ വാക്കിൽ ആ അക്ഷരം എന്തിനാ? അതറിയാനും അത് അനുഭവിക്കാനും വേണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഉച്ചരിക്കണം. വേണ്ടാത്തതാണ് പിന്നെ എഴുതേണ്ട കാര്യമില്ല. വേണ്ടാത്ത എഴുതണം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. റൈറ്റ്, 3-4 തരത്തിലുള്ള റൈറ്റ് ഉണ്ട്. WRIT ഉണ്ട്, WRIGHT ഉണ്ട്, RIT ഉണ്ട്, RIGHT ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ പറയുന്നത് റൈറ്റ് എന്നാണ്. ഇങ്ങനെ ഒരു വാക്ക് ഒറ്റയ്ക്കൊന്ന് പറഞ്ഞാൽ ഏത് റൈറ്റ് ആണെന്ന് എങ്ങനെ? അതിനപ്പുറത്തും ഇപ്പുറത്തും മറ്റു വാക്കുകളും ഒക്കെ വന്നെങ്കിലേ ആ സന്ദർഭം വെച്ച് നമുക്ക് ഈ വാക്ക് എന്താണെന്ന് മനസ്സിലാവും. അതല്ല വേണ്ടത്. ഒരു വാക്കിന് ഒരർത്ഥമുണ്ട്. ആ അർത്ഥം ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളെല്ലാം ഇംഗ്ലീഷിൽ വർണ്ണങ്ങളായതുകൊണ്ട് ആ ഓരോ വർണ്ണവും കൃത്യമായിട്ട് ഉച്ചരിക്കണം. കാരണം ആ വർണ്ണങ്ങൾ കൊണ്ടാണ് ആ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ആ വർണ്ണങ്ങൾ കൊണ്ട് വാക്കുകൾ ഉണ്ടായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ വർണ്ണങ്ങളെല്ലാം ഉച്ചരിച്ചെങ്കിലേ ആ വാക്ക് ശരിയാവും, എങ്കിലേ ആ വാക്കിന്റെ അർത്ഥം ശരിയാവും. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് എന്ന് ഉച്ചരിക്കണം. അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. WRIT റൈറ്റ് അവര് എന്ന് അകത്ത് പറയുന്നുണ്ട്. അകത്തല്ല അവർ പറയുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് അത് വരുന്നില്ല. അതുകൊണ്ട് അത് പറയാതിരിക്കുകയല്ല. അപ്പൊ അവരത് സൈലന്റ് ലെറ്റർ എന്ന് അവർ പേരിട്ടതാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് പുറത്തു വരാത്ത, അവരെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരാത്ത ലെറ്റർ ആയതുകൊണ്ട് സൈലന്റ് ലെറ്റേഴ്സ് എന്ന് പേരിട്ടതാണ്. നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒക്കെ പുറത്തു വരും. അപ്പൊ അവർക്ക് പുറത്തു വരാത്ത നമുക്കൊരു, നമ്മൾ സെഡിന്റെയും സിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് വരാത്ത ചില ശബ്ദങ്ങൾ നമുക്ക് വരും. നമ്മുടെ ശബ്ദങ്ങൾ അവർക്ക് വരത്തില്ല. അതാണ് നമുക്ക് ഹ് എന്ന ശബ്ദം നമുക്ക് വരും, പക്ഷെ അവർക്ക് വരത്തില്ല. അവര് ഹ് എന്നുള്ളത് വെച്ചു ഇങ്ങനെ വരും. അപ്പൊ അവര് ഇത് യഥാർത്ഥ ശബ്ദത്തിൽ പറയാനാണ്, യഥാർത്ഥ ഉച്ചാരണത്തിനാണ് അവർ ശ്രമിക്കുന്നതെങ്കിലും അവരുടെ ശാരീരിക ഘടന കൊണ്ടോ അവരുടെ പ്രത്യേകത കൊണ്ടൊക്കെ ആ ശബ്ദ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ശരിയാകുന്നതൊന്നും ചിലപ്പോൾ ആ ശബ്ദത്തിൽ അവർക്ക് ശരിയാകണമെന്നില്ല. അതാണ് ഈ സൈലന്റ് ലെറ്റേഴ്സിൽ സംഭവിക്കുന്നത്. പക്ഷെ അത് അവര് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മളും ആ രീതി അങ്ങ് തുടരുകയാണ്. നമുക്കാവുന്നതും ചെയ്യണ്ട, അവർക്കാവാത്തതായതുകൊണ്ട് നമുക്കാവുന്നതാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സൈലന്റ് ലെറ്റേഴ്സും മറ്റും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ഈ സിയുടെ മറ്റൊരു വിശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേനും സീനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു വാക്കിൽ തന്നെ രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട്. സ് എന്നുള്ള ശബ്ദത്തിനും ക് എന്നുള്ള ശബ്ദത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മൾ കൊച്ചൊരു വാക്കാണ് സർക്കിൾ, CIRCLE എന്നാണ് പറയുന്നത്. ഒരു വാക്കിനകത്ത് തന്നെയുണ്ട്. അതാണ് അത് ചിലയിടത്ത് ആദ്യം വരും. ഇപ്പൊ ക്യാമറ എന്ന് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പുറത്ത് വരുന്നതുകൊണ്ടാണ്. പക്ഷേ ഒരു വാക്കിൽ തന്നെ ഈ രണ്ട് ശബ്ദമൊക്കെ വരണമെങ്കിൽ അത്തരം ഒരു അക്ഷരം എന്താണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു വാക്കിൽ ഒരു സാമ്യതയില്ലാത്ത രണ്ട് ശബ്ദത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. അത്ഭുതം തോന്നുന്നില്ലേ? എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കേയ്ക്കും സേനും നല്ല ബന്ധമുണ്ടോ? അതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ അക്ഷരങ്ങൾക്കും അല്ലെ നമ്മുടെ എല്ലാ ഉച്ചാരണങ്ങൾക്കും ശബ്ദങ്ങൾക്കും ഇത് എല്ലാം കൊണ്ടും കഴിയത്തുമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ച എന്നുള്ള ശബ്ദം അതിനെഴുതുന്ന നമ്മൾ CH എന്നാണ്. CH എന്നാണ് നമ്മൾ മലയാളത്തിൽ ചായക്ക് ഇത് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിലും അങ്ങനെയാണ്. ചായക്ക് എന്തിന്റെ പേരിലായി CH എന്ന് ഉപയോഗിക്കുന്നത്? സിയും എച്ചുമായിട്ട് ഈ ചായയുമായിട്ട് വല്ല ബന്ധമുണ്ട്? സിയും എച്ചും ആയിട്ട് യാതൊരു ചകാരവും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ രായ്ക്ക് ഉപയോഗിക്കുന്നത്, ഉദാഹരണം വാഴമുട്ട എന്നുള്ളതിന്റെ രായ്ക്ക് ഉപയോഗിക്കുന്ന ZH ആണ്.
സെഡും എച്ചും കൂടാണ് ഉപയോഗിക്കുന്നത്. സെഡ് എച്ച് രായ്ക്ക് ഉപയോഗിക്കുന്നു. അതെവിടെയാണ് രകാരമായിട്ട് ഇത് ബന്ധപ്പെടുന്നത്? ഇവിടെ യാതൊരു ശബ്ദബന്ധവും ഇല്ല. നമ്മൾ പക്ഷെ ഉപയോഗിച്ചു പോവുക, നമ്മൾ അങ്ങനെ ശീലിച്ച് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു പോവുക. എന്താ കാരണമെന്ന് നമുക്കറിയത്തില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ചെറുപ്പം മുതലേ ഇങ്ങനെ എഴുതുന്നു. ഇപ്പോൾ എൻ്റെ നാട് വാഴമുട്ടമെന്ന് പണ്ട് മുതലേ അഡ്രസ്സിൽ എഴുതുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതുന്നു, നമ്മൾ എഴുതുന്നു. ഇതെന്തുകൊണ്ടായി ഇങ്ങനെ വന്നതെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ ഇത്രയൊക്കെ എന്ന് എഴുതാൻ വേറെ ഇതിനകത്തൊന്നും ഇല്ലതാനും, മറ്റക്ഷരങ്ങളൊന്നും എടുക്കാനില്ല. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ പോരായ്മകൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് അതിനകത്ത് നമുക്ക് പോരായ്മ തോന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ആവശ്യമുള്ളതായതുകൊണ്ട് ഇതിൽ മലയാളത്തിൽ അവർക്ക് പോരായ്മ തോന്നും. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രധാന വിഷയം അതല്ല. ഈ ABCD എന്നുള്ള ഈ ആൽഫബറ്റ് നമ്മൾ ഇതുപോലെ തിരുത്തി കൃത്യമായ ഉച്ചാരണത്തിൽ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠനത്തിന്റെ പ്രാഥമികമായിട്ടുള്ള പാഠം വളരെ നന്നായിട്ട് മനസ്സിലാവും. വാക്കുകളിലേക്ക് കിടക്കുമ്പോൾ ഒരു ചിന്താക്കുഴപ്പവും ഇല്ലാതെ, ഒരു സംശയവും ഇല്ലാതെ വാക്കുകൾ എഴുതാനും കഴിയും. അതുകൊണ്ട് ഈ ഒരു ആൽഫബറ്റിന്റെ ക്രമം ഇത് നമ്മളെ ക്ലോസപ്പിൽ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട്. അത് വായിച്ച് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പ്രൈമറി, പ്രീ പ്രൈമറി, അംഗൻവാടി അധ്യാപകരുൾപ്പെടെ ഇത് രീതി ഒന്ന് മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നല്ല നമസ്കാരം.